ഇപ്പോൾ ബ്ലാക്കിക്ക് നല്ല സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. ഇപ്പോൾ പെറ്റ്സിനെ നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ വാഹനത്തിൻ്റെ സീറ്റ് മോശമാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കവറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ മുന്നിലത്തെ പിന്നിലത്തെയും സീറ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നല്ലൊരു ബെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ആളെ വിളിക്കാം. ബാക്കി കമോ ബാബാ, കയറ് ബാബാ, കമോ. അങ്ങനെ ബ്ലാക്കിക്ക് സുഖമില്ല എന്നറിഞ്ഞ് ബ്ലാക്കിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പീക്കും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ആണോ? അപ്പൊ ഉണ്ടല്ലേ? അമ്മമ്മ ഉണ്ടാ? അങ്ങനെ ബ്ലാക്കിയുടെ ഫ്രണ്ടും കയറിയിട്ടുണ്ട്. പീക്കുവാണ്. അപ്പോൾ പീക്കു അവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പീക്കുവിനും വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റിലെ പൊന്നുരുന്തി വരെ പോകണം. അപ്പോൾ നമുക്ക് പോകാം. പൊന്നുരുന്തിയിലുള്ള ഡോക്ടർസ് ഹോസ്പിറ്റലിൽ ഇവിടെയാണ് ഇയാളെ സ്ഥിരമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് എക്സ്റേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകണം. ഇതാണ് എക്സ്റേ റൂം. എന്തായാലും എക്സ്റേ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴത്ത് വന്നു. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് താമസമുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി വരുമ്പോൾ കുറച്ചൊരു 1 മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ സ്റ്റേ അടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അയാളുടെ കുസൃതികളൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും പുള്ളിക്കൊരു റെസ്റ്റുമില്ല. മറ്റുള്ള നായകളൊക്കെ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോൾ ഇയാൾക്ക് അവിടെയൊക്കെ നടക്കണം, അതിനെയൊക്കെ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിന് നമ്മളൊത്തിരി ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള കുറച്ച് അച്ചടക്കമൊക്കെ വേണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാകത്തില്ല. അങ്ങനെ പലരും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി പേഷ്യൻസൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ യാത്ര എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമൊക്കെയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഇവർക്കറിയാം അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെല്ലാൻ ഭയങ്കര ഭയമാണ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാലും നമ്മളത് എല്ലാ ചടങ്ങുകളൊക്കെ കഴിയാതെ കാലിലിങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുത്തതുകൊണ്ട് അതൊക്കെ കെട്ടിവെച്ചിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചടങ്ങുകളൊക്കെ ഒരു നേരം കഴിഞ്ഞു. ഇനി തിരിക്കാം. ഓക്കെ, അപ്പോൾ ശരി.